أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. ഇവിടെ പറയാൻ പോകുന്ന ഇപ്പോഴത്തെ ഈ വിഷയം എന്ന് പറയുന്നത് സാധാരണയായ ആൾക്കാർ പല പല വ്യവസായങ്ങൾക്കും പല പല തൊഴിലിനും പല പല ജോലിക്കുമൊക്കെ ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ അതിലൊന്നിനും ഒരു സ്വസ്ഥതയും ഒരു 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 നല്ലതും ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ പോകുന്നതായ സമയങ്ങളിൽ നമ്മൾ ഈ ദിക്ർ അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ആ പോകുന്ന ജോലിയിൽ കുറേ ഐശ്വര്യങ്ങളും കുറേ ബർക്കത്തുകളും കുറേ അഭിവൃദ്ധികളും ഒന്നും ഉണ്ടായിരിക്കും. അത് ജോലിയായാലും ശരിയല്ല, സർക്കാർ ജോലിയായാലും ശരിയല്ല, കച്ചവടമായാലും ശരിയല്ല, ഹലാലായ ഏത് പ്രവൃത്തിക്കാണോ നിങ്ങൾ പോകുന്നത് ആ പോകുന്ന പ്രവൃത്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം അതിലിങ്ങനെ വർദ്ധിപ്പിച്ച് തരികയും ചെയ്യും. ആ വർദ്ധിപ്പിച്ച് തരുന്നതിനനുസരിച്ച് ആ പോകുന്ന കാര്യത്തിൽ വിജയത്തിൻ്റെ വിജയം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിനൊരു ദിക്റുണ്ട്. ആ ദിക്റാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആ ദിക്ർ ഒരു 101 പ്രാവശ്യം മുടങ്ങാതെ കണ്ട് ഒരു ദിവസം ചെല്ലണം. അത് കഴിവതും ഒരു 7 ദിവസമെങ്കിലും തുടരെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. പിന്നുള്ള ദിവസങ്ങളിലും ഇത് ചെല്ലാവുന്നതിനുള്ള കാര്യം ഒരു പാടുമില്ല. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വെച്ചാൽ നിസ്കാരം കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം എന്നേ പറയാൻ പറ്റും. അതല്ല, അത് നിസ്കാരം ഇന്നൊരു ബാധകമാകരുത്. അപ്പോൾ നിസ്കരിച്ച് അതിൻ്റെ ദുആകൾ കഴിഞ്ഞ് അതിൻ്റെ ദിക്ർ കഴിഞ്ഞ് അതിൻ്റെ സലാത്ത് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ ദിക്ർ ചെയ്യേണ്ടത്. എങ്കിലേ നമുക്കിത് പൂർണ്ണമായൊരു പ്രയോജനം അതിൽ നിന്ന് നമുക്ക് ഉണ്ടാകുകയുള്ളൂ. അതല്ലാതെ കൊണ്ട് നമസ്കരിച്ചുടനെ എണീറ്റ് ഇരുന്ന് ഉടൻ തന്നെ ഇത് ചെല്ലാനോ പറ്റത്തില്ല. അപ്പോൾ നമസ്കാരം കഴിഞ്ഞാലുടൻ പിന്നെ നമ്മൾ ചെല്ലാനുള്ള ചില ക്രിയകളൊക്കെ ഇതിനകത്തുണ്ട്. ആ ക്രിയകളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ ദിക്ർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ദിക്ർ ചെല്ലുന്നതിന് വലിയ പാടുന്നില്ല. വളരെ ചെറിയൊരു അള്ളാഹു എന്നുള്ള ഒരു ദിക്റാണ്. അള്ളാഹുള്ള ദിക്ർ എന്ന് വെച്ചാൽ അതിനപ്പുറം പിന്നെ വേറൊന്നുമില്ലല്ലോ, സകലതും അള്ളമല്ലല്ലോ. അപ്പോൾ ആ ഒരു ദിക്റാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആ ദിക്ർ കുറഞ്ഞത് നിങ്ങൾ ചെല്ലാനുള്ളത് ഒരു 101 പ്രാവശ്യം നിങ്ങൾക്കിത് ചെല്ലാം. അങ്ങനെ 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം, 7 ദിവസം അല്ലെങ്കിൽ 21 ദിവസം അതിങ്ങനെ തുടരെ അങ്ങ് ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഈ ചെയ്യുന്ന തൊഴിലിലും ഈ ചെല്ലുന്ന വ്യവസായത്തിലും ഈ ചെല്ലുന്ന മറ്റ് ഗവൺമെൻറ് ജോലിയിലാണെങ്കിൽ ആ ജോലിക്കും ഒക്കെ അഭിവൃദ്ധിയും സന്തോഷവും അഭിവൃദ്ധിയൊക്കെ ഇതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരും. അതേ സമയത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം ഇതിലൊന്നിലും ഇല്ല എങ്കിൽ ഈ ചെയ്യുന്ന ജോലിയായാലും ശരി, ഏത് വകുപ്പിലുള്ള ജോലിയായാലും ശരി, ഏത് രീതിയിലുള്ള ബിസിനസ്സിലായാലും ശരി, അതിനൊന്നും ഒരു സ്വസ്ഥതയും സൗര്യതയും നമുക്ക് കിട്ടത്തുമില്ല. അത് ക്ഷയിച്ച് അങ്ങനെ പോകാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ പോകണ്ട. അപ്പം നമുക്കിപ്പോൾ ആവശ്യമെന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യത്തിൽ അഭിവൃദ്ധി വേണം, സന്തോഷം വേണം, അത് ഉയർച്ച ഉണ്ടായിരിക്കണം. അതിൽ നിന്നൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകരുത്. ഉണ്ടായാൽ തന്നെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മൾ ഒഴിവാകണം. അതിലൊരു ഷർറ് ഒന്ന് കയറരുത്. ഏതെങ്കിലും ഷർറ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ തന്നെയും ഈ ഷർറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്ർ ചെല്ലുന്നതിൻ്റെതായ പേരിൽ ആ ഏത് ഷർറിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുന്നതാണ്. ആ രീതിയിലുള്ള ഒരു ദിക്റാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ യാതൊരു മടിയും വേണ്ട. ഈ ദിക്ർ ഏറ്റവും പ്രധാനമായ ഒരു ദിക്റാണ്. നിങ്ങൾ ഈ ദിക്റങ്ങ് ചെല്ലുക. ഒരു 101 പ്രാവശ്യം ഈ ദിക്റങ്ങ് ചെല്ലണം. ഞാൻ ഈ ദിക്ർ അങ്ങോട്ട് ചൊല്ലിത്തരാൻ പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അവ്വലു യാ അല്ലാഹ് എന്നാണ് ഈ പറഞ്ഞത്. യാ അവ്വലു യാ അല്ലാഹ്, യാ അവ്വലു യാ അല്ലാഹ്. ഈ ദിക്ർ ഒരു 101 പ്രാവശ്യം ആ ഒരൊറ്റ ഇരിപ്പിരുന്ന് കൊണ്ട് ചെല്ലുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് ഈ ദിക്ർ നിങ്ങൾ ചെല്ലണം. ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലി വരുമ്പോൾ നിങ്ങളറിയാതെ കണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തരുന്നതാണ്. അതുകൊണ്ട് ഈ ദിക്ർ എല്ലാം ശ്രമിക്കുക. തൽക്കാലം ഇപ്പോൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.